ബംഗളൂരു കഫേ സ്ഫോടനത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ദൃശ്യങ്ങളിൽ ഉള്ളയാൾക്ക് 30 വയസ്സോളം പ്രായം തോന്നിക്കും. കണ്ണട വെച്ച് തൊപ്പി ധരിച്ചാണ് ഇയാൾ നടന്നു പോകുന്നത്. സ്ഫോടനത്തിലെ ചുരുളഴിക്കാൻ NIA-യും IB-യും എത്തുന്നുണ്ട്. സ്ഫോടക വസ്തു ടൈമർ ഉപയോഗിച്ചാണ് നിയന്ത്രിച്ചത് എന്ന സംശയവും ബലപ്പെടുകയാണ്. അതേസമയം സുരക്ഷ വിലയിരുത്താൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ചേരും. നഗരത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാണ്. KB ശ്രീധരൻ ചേരുന്നു. ശ്രീധരൻ, ഞെട്ടിപ്പിച്ച സംഭവമാണ്. ലഭിക്കുന്ന പുതിയ അന്വേഷണ പുരോഗതി വിവരങ്ങൾ. രതീഷ, ഏറ്റവും പുതിയതായി ഇപ്പോൾ ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രം CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നുള്ളതാണ്. ഇതിൽ ഏതാണ്ട് 30 വയസ്സ് പ്രായം തോന്നിക്കുന്നയാൾ കണ്ണട വെച്ച് അതുപോലെ തന്നെ തൊപ്പി ധരിച്ചുകൊണ്ട് ഒരു ബാഗും കയ്യിൽ തൂക്കി ഈ ഹോട്ടലിലേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങളാണ് സമീപത്തെ കെട്ടിടത്തിൽ നിന്ന് ഉള്ള CCTV ക്യാമറയിൽ നിന്ന് ലഭിച്ചത്. ഇയാളുടെ വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഏതായാലും ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ഒരാൾ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ള അഭ്യൂഹം ശക്തമാണ്. ഇയാളെ സെൻട്രൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നുമുണ്ട്. 8 സംഘങ്ങളായി തിരിഞ്ഞ് വിശദമായിട്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഏതായാലും അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചാണ് ഈ സ്ഫോടനം നടത്തിയത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ടൈമർ ഉപയോഗിച്ചാണ് ഈ ബോംബ് പൊട്ടിച്ചതും. ഇപ്പോൾ ചികിത്സയിലുള്ള ആളുകളിൽ ഒരാളുടെ നിലയിൽ കേൾവിശക്തി നഷ്ടമായതായും വിവരമുണ്ട്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. സുരക്ഷ വിലയിരുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ യോഗവും ചേരും. ശരി, KB ശ്രീധരൻ ബംഗളൂരുവിൽ നിന്ന്.